നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വില്ല പ്രൊജക്റ്റിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എന്തൊക്കെയാണ് ഇപ്പോൾ ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണ്? ഇത് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റു പല വില്ല പ്രോജക്റ്റിലുള്ള ഓവർ ഹെഡ്സ് റിക്കറിങ് ഓവർ ഹെഡ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പോൾ പലയിടത്തും സെക്യൂരിറ്റി ഉണ്ട്, ഒരു വാട്ടർ സപ്ലൈക്ക് വാച്ച്മാൻ ഉണ്ടാവും, ഒരു വാട്ടർ സപ്ലൈക്ക് ഒരു പമ്പ് ഉണ്ടാവും, അതിന് പിന്നെ പമ്പ് ഓപ്പറേറ്റർ ഉണ്ടാവും, അതിൻ്റെ സാലറി കളക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ പലവിധം റിക്കറിങ് വീട് മേടിച്ചാൽ ആയുഷ്കാലം മുഴുവനും നിങ്ങൾ ബാധ്യതപ്പെട്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ഈ പറയുന്നൊന്നുമില്ല, ഇൻഡിവിജ്വൽ കോമ്പൗണ്ട് കെട്ടി ഗേറ്റ് വിട്ട് ലോക്ക് ചെയ്ത് പോകാവുന്ന പിന്നെ ഇപ്പോൾ അതിൽ കൂടുതലൊരു സെക്യൂരിറ്റിയോ അങ്ങനെയുള്ള മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ റിക്കറിങ് കോസ്റ്റുകളൊന്നുമില്ല. അതാണ് ഒന്ന്. രണ്ടാമത് ചെയ്യുന്ന വർക്ക് വളരെ നീറ്റായിട്ട് ഇതൊരു ബജറ്റ് വില്ലകളാണ്. ഇപ്പോൾ ഇതിനകത്ത് 3 ബെഡ്റൂമുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ 2 ബെഡ്റൂം കൂടെ എടുക്കാമായിരുന്നു, ഇപ്പോൾ എടുക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൽ എടുക്കുമ്പോൾ തോറും കോസ്റ്റ് കൂടുതലാവുമല്ലോ. അതുകൊണ്ട് ഒരു ബജറ്റിൽ നിൽക്കണം. ഒരു 35-40 ലക്ഷം രൂപ ഇന്നത്തെ കാലത്ത് ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിനും അഫോർഡ് ചെയ്യാവുന്ന ഒരു ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു വിഷൻ വെച്ചിട്ട് ഞങ്ങളുടെ മനസ്സിലൊരു സങ്കല്പങ്ങളുണ്ട്. ഇതിനകത്ത് വലിയ ഭയങ്കര പൈസ പാർട്ടികളൊന്നും വരാൻ ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവർക്കിത് പോരാ, സ്ഥലം പോരായിരിക്കും, ഏരിയ പോരായിരിക്കും, ഇതിൻ്റെ ഫിനിഷ് പോരായിരിക്കും, പുറമേയുള്ള സൗകര്യങ്ങൾ പോരായിരിക്കും, ഇതൊന്നും പോരാ. പക്ഷെ നല്ലൊരു ഒരു മിഡിൽ ക്ലാസ് ആൾക്ക് താമസിക്കാൻ പറ്റിയൊരു എൻവിറോൺമെൻറ്റാണ്. ഇവിടെ ഡിസ്റ്റർബൻസ് വളരെ കുറവാണ്, കൺവേയൻസ് സൗകര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്. റെയിൽവേ, എയർപോർട്ട്, ബസ് സൗകര്യങ്ങൾ, ഇതൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് ഇവിടെ. 3 എല്ലാണ് പറയുന്നത്. ഒരു വീട് വാങ്ങുമ്പോൾ ലൊക്കേഷൻ, ലൊക്കാലിറ്റി, ലോക്കൽസ്, ഇത് 3 ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. നമ്മളൊരു വീട് താമസിക്കാനായിട്ടൊരു വീടെടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഇവിടെ സാറ്റിസ്ഫൈഡാണ്, ഫുള്ളി സാറ്റിസ്ഫൈഡാണെന്നുള്ള. ലൊക്കേഷനാന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഒരു അരിസ്റ്റോക്രാറ്റിക് ലൊക്കാലിറ്റിയാണ്. പഴയ തറവാടികൾ ആയ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതാണ് ലൊക്കാലിറ്റി. പിന്നെ ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല തറവാടികൾ. ഇതാണ് അതിൻ്റെ അപ്പം 3 എല്ലുകൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾ നോക്കിയാണിത് സൈറ്റ് തിരഞ്ഞെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ മറ്റ് സൈറ്റുകൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് പണിതിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളൊരു വില്ല പണിതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഒരാൾ ആവശ്യക്കാരനാണ് വന്നെങ്കിൽ അവന് പിന്നെ അതിനകത്ത് ഒരു അതൃപ്തി വരരുത്. ആ രീതിയിൽ ഉള്ള പിന്നെ ഇപ്പം നോക്കി കാണുമ്പം അതിനകത്ത് എന്ത് ചെയ്യുന്ന ഹൈ ഗ്ലോസ് ചുവന്ന സിങ്ക് എന്താ വെക്കാതിരുന്നു, ചുവന്ന വാഷ് ബേസിന് എന്താ കളറില്ലാത്ത എന്താ ഓരോരുത്തർ വന്ന് ചോദിക്കുക. അതൊക്കെ വെക്കാവുന്നതാണ്, അതൊക്കെ അവരവരുടെ ചോയ്സ്. ഇപ്പം നമ്മളൊരു യൂണിവേഴ്സൽ ലെവലിൽ നോക്കുമ്പോൾ വൈറ്റ്, ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ കളർ. അപ്പോൾ എല്ലാ ഫിറ്റിങ്സ് എല്ലാം ക്ലോസറ്റുകളെല്ലാം വൈറ്റ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ ഒരു ആംബിയൻസാണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്തിരി ഇക്കോ ഫ്രണ്ട്ലി കണ്ടില്ലേ, ആ മുൻവശത്ത് നല്ല ഹൈബ്രിഡ് മാവിൻ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പുറകിൽ 2-3 തെങ്ങിൻ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 വാഴ വെക്കാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പുറകിൽ ഒരു ഇത്തിരി സ്ഥലമുണ്ട്, 3-4 വാഴയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പഴം കിട്ടും. അതിനുള്ള ചെയ്യണം താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അതിനകത്തുണ്ട്. ഒരു വണ്ടി ഇങ്ങനെ കയറ്റിയിട, ഒരു വണ്ടി അപ്പുറത്തേക്ക് തിരിച്ച് ഒന്നിങ്ങോട്ട് തിരിച്ചിട, അങ്ങനെ 2-3 പേര് വന്നാൽ തന്നെ. പിന്നെ ചെറിയൊരു ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ആ ടെറസും പിന്നെ മുകളിലത്തെ ലിവിങ് ഏരിയയും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് അതിന് സൗകര്യമുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ മൊത്തത്തിൽ കണ്ടത്, മനസ്സിൽ കണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ വേറൊരു ഇത്തിരി കൂടെ സൗകര്യം വേണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പം ഞങ്ങൾ അടുത്ത ഫേസിൽ 4 ബെഡ്റൂം ഓപ്പോസിറ്റ് പണിതുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 2 ബെഡ്റൂം മുകളിലുണ്ട്. അപ്പോൾ ചില ക്ലയൻസ് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, സാറേ ഒരു മുറിയും കൂടെ ഇതിനകത്ത് കൂട്ടി എടുക്കാൻ മേലായിരുന്നു, ഒന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ സൗകര്യമായിരുന്നല്ലോ എന്ന്. അത് ഞങ്ങളത് ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പോൾ അടുത്ത ഫേസിൽ വന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 4 BHK കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങളതിൽ വർക്ക് ചെയ്യുന്നത്. സാർ ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് വാസ്തുവൊക്കെ നോക്കിയിട്ട് വെക്കാറുള്ളൂ. അത് ഒരിടയ്ക്ക് മാറിയിട്ട് ഇപ്പം ആൾക്കാർ വാസ്തുവൊക്കെ നോക്കിയിട്ടാണ് അതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ ഈ വില്ലാസ് എല്ലാം വാസ്തു നോക്കിയിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത്? വാസ്തു എന്ന് പറഞ്ഞാൽ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ 8.5 സെൻറ്റ് സ്ഥലത്തിനകത്ത് നമ്മളൊരു
സ്ഥാനം കണ്ട പണിയാന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് ദെയർ. കാരണം സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് 1.5 മീറ്റർ 2 സൈഡിൽ വിടണം, 3 മീറ്റർ ഫ്രണ്ടിൽ വിടണം, പുറകിലും 2 മീറ്റർ ഇത്ര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സ്ഥാനത്തിനില്ല. ഇറ്റ് ഈസ് ബിക്കംസ് യൂണിക്ക്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനമില്ല. പക്ഷേ വീടിൻ്റെ ചുറ്റളവ് ചുറ്റളവ് 65 കോൽ 16 എന്ന് പറയുന്ന ഉത്തമം എന്ന് പറയുന്ന ഒരു കണക്കാണ്. അത് ഞങ്ങൾ എൻഷുർ ചെയ്യാറുണ്ട്. ഈ വീടുകൾക്കെല്ലാത്തിനും ചുറ്റളവ് സെയിമാണ്. പിന്നെ അതുപോലെ ബെഡ്റൂമുകളുടെ കിടപ്പുമുറികളുടെ അളവ് 20 കോൽ 8 എന്ന് പറയുന്നൊരു അളവാണ് പണ്ട് ഒരു നല്ല ബെഡ്റൂമിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 20 കോൽ 8ഉം ഈ 65 കോൽ 16 ചുറ്റളവ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ പ്ലാൻസ് ഒന്നിനൊന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പം ചില മുറികൾ ഇച്ചിരി വീതി കൂടിയതാണെങ്കിലും നീളം കുറയും, നീളം കൂടിയതാണെങ്കിൽ വീതി കുറയും. ഇങ്ങനെ ഈ വേരിയേഷൻ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് ടു അക്കോമഡേറ്റ് ഈ എല്ലാ വീടുകളിലും ഡിഫറെൻ്റാണ്. ഒരു വീട് പാറ്റേൺ ഒഴിച്ച് ബാക്കി ഒരു പ്ലാനും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഒരു മുറി ഒരു പ്ലാനും ഒന്നുപോലെയല്ല. ബട്ട് ദ ബേസിക് ഫീച്ചേഴ്സ് 2 ബെഡ്റൂം താഴെ ഒരു ഡ്രോയിങ് ഡൈനിങ് കിച്ചൺ സ്റ്റെയർ കേസ് സിറ്റ് ഔട്ട് ഔട്ടർ കിച്ചൺ ഇത്ര ഈ ഫീച്ചേഴ്സ് ആർ ദെയർ എല്ലാത്തിലും. അതിലപ്പുറത്തേക്കൊന്നും സിമിലർ അല്ല. സർ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് സർ? അതായത് വിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിന് ഈ ഏരിയയിൽ നിന്ന് വളരെ നാളത്തെ പല ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിവിടെ ബിസിനസ് ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റുകൾക്കെല്ലാം അറിയാം ഇങ്ങനെ ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ടെന്നും ഈ പണി പുള്ളി ചെയ്യുന്നുണ്ടെന്നും. അപ്പോൾ പലരും ഇങ്ങനെ വിളിക്കും. ഇദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ മാർക്കറ്റിങ്ങിൻ്റെ ആൾ ഇദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നത് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ മൊത്തത്തിൽ നല്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എല്ലാ രീതിയിലും. എൻ്റെ വണ്ടിയുടെ പേരൊക്കെ പ്രദേശ് മണി എന്ന പേരിൽ അറിയാം, ഒത്തിരി ആൾക്കാർക്ക് തന്നെ അറിയാം. ആ പേരിൽ തന്നെ അത് നിലനിന്ന് 25 വർഷമായിട്ട്. പിന്നെ ഒരു 10-200 പേര് പ്രദേശമാണ്. 10-200 ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെ പുള്ളി അറിയാം. എവിടെയെങ്കിലും സ്ഥലം കൊടുക്കാറുണ്ടെങ്കിൽ പുള്ളി വിളിക്കും. മണിച്ചേട്ട ഇങ്ങനെ ഇന്നടത്ത് ഒരു പീസ് കിടക്കുന്നുണ്ട്, ചോദിച്ചിട്ട് പലരിടത്തും പോവുള്ളൂ. ഓക്കെ, നല്ല സൈറ്റാണ്, അതിന് ഇന്ന അഡ്വാൻറ്റേജ് ഉണ്ട്, ഇന്ന വിലയാണ് ചോദിക്കുന്നത് എന്നൊക്കെ പുള്ളിയെ വിളിച്ച് പറയും. അതുപോലെ തന്നെ ഇത് വീട് പണിയുമ്പോൾ അവർക്കറിയാം ഇത് എന്തായി ചേട്ടാ പണി എന്തായി, ആയില്ല അടുത്ത ആഴ്ചത്തേക്ക് ആവുള്ളൂ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് ആവുള്ളൂ. അന്നേരം ഒന്ന് വിളിക്കാൻ പറയുമ്പോൾ അവർ വന്ന് വിളിച്ചോളും. അങ്ങനെയാണ് ഇതിൻ്റെ കച്ചവടങ്ങൾ ഒത്തിരി. പിന്നെ ഞങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിൽ കൂടെ ഇപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പല സെയിൽസും ഇൻ്റർനെറ്റിൽ കൂടെ എൻക്വയറീസ് വരുന്നുണ്ട്. അതിപ്പോൾ ഈ വീടിൽ ഇതിൻ്റെ ഒരു എൻക്വയറി 1, 2, 3 എൻക്വയറികളും ത്രൂ നെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ക്ലിക്ക്, ബിസിനസ് ആയില്ല. അപ്പോൾ അതിനു മുമ്പ് ഇപ്പം പണി തീർന്നുള്ള സമയമായിട്ടുമില്ല വാസ്തവത്തിൽ. ഇപ്പം കൊടുത്തോളൂ, തീർന്നുള്ളൂ.